പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ലോക വനിതാ ദിനമാണ്. ഈ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലെ വളരെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു കായിക താരത്തെയാണ്. കായിക താരം മാത്രമല്ല, വ്യത്യസ്ത മേഖലകളിൽ വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു മിടുമിടുക്കിയായിട്ടുള്ള ഒരു വീട്ടമ്മയാണ്. ഏതാണെങ്കിലും അദ്ദേഹത്തെ എനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ തൊഴിലിൽ ഇപ്പോൾ വ്യാപൃതയായിരിക്കുകയാണ്. വളരെ മിടുക്കിയായിട്ട് തയ്യലാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമുക്ക് ഏതായാലും ഒന്ന് പ്രവേശിക്കാം. വീടിന്റെ പുറത്തുനിന്ന് നമുക്ക് അവരുടെ വീടിന്റെ ഉള്ളിൽ നമുക്ക് അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കാണാനായിട്ടുള്ള സാഹചര്യമുണ്ടാകും. ഏതായാലും പെരയ്ക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് ചോദിക്കാതെയും പറയാതെയും കയറി ഇനി പോരുകയാണ് കേട്ടോ. ഓക്കെ, സന്തോഷം. ഒത്തിരി സന്തോഷം. നമ്മുടെ ഈ വനിതാ ദിനത്തിന്റെ പ്രത്യേക ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. ഓക്കെ. ഏതായാലും പേരും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ ഏതായാലും പേരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയാമെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പേരൊന്ന് പറഞ്ഞേക്ക്. ഞാൻ ടിൻഡു ദിലീപ്. ഓക്കെ. എടത്വ സ്വദേശിയാണ്. ഇപ്പൊ ഞങ്ങള് തലവടി പഞ്ചായത്തിലെ കൊച്ചമനത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഓക്കെ. എടത്വ സ്വദേശിയായിട്ടുള്ള ടിൻഡു ദിലീപ്, എനിക്ക് തോന്നുന്നു പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ പല പ്രാവശ്യം പല കാര്യങ്ങളും കേട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയൊരു കായിക താരമാണ്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ടിൻഡു തന്നെ പറയും. ഏതാണെങ്കിലും ഒരു കാര്യം ചെയ്യാം. ടിൻഡു ഇപ്പം തയ്യലാണോ നമ്മുടെ? തയ്യലുണ്ട്. പിന്നെ കിലയുടെ ഫാക്കൽറ്റിയാണ് എടത്വ പഞ്ചായത്തിന്റെ. നമുക്ക് ജീവിക്കാനായിട്ടുള്ള വഴി എന്ന് പറയുന്നത് തയ്യലാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഒരു സേവന മേഖല എന്നുള്ള നിലയിൽ തന്നെയാണ്. അത് വലിയ ഒരു വരുമാന മാർഗമല്ലെങ്കിലും കിലയുടെ ഫാക്കൽറ്റി ആയിട്ട് എടത്വ പഞ്ചായത്തിന്റെ അല്ലേ സേവനം ചെയ്യുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ടിൻഡു ഒരു പ്രമുഖയായിട്ടുള്ള ഒരു കായിക താരം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അറിയാം. ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ ഏതായാലും വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ കുറെ മെഡലുകളൊക്കെ ഇവിടെ ഞാൻ കിടപ്പുണ്ട്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് അവിടെ നിന്ന് സംസാരിക്കാം. ഈ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ വീടിന്റെ ഭിത്തിയിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് വലിയ തോതിൽ അതിശയം തോന്നത്തക്ക തരത്തിൽ അനേക മെഡലുകൾ ഇവിടെ നിറഞ്ഞു കിടക്കുകയാണ്. സ്വർണ്ണ മെഡലും വെള്ളി മെഡലും അതുപോലെ വെങ്കല മെഡലുമെല്ലാം. ഇങ്ങനെ ഒരു മെഡല് കിട്ടണമെന്നുണ്ടെങ്കിൽ അതത്ര നിസ്സാരമല്ല. ഏതാണെങ്കിലും നമുക്ക് ഇതൊക്കെ വാങ്ങി ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട ടിൻഡുവിനെ നമുക്ക് ഏതായാലും ഇഷ്ടം അല്പം ഇങ്ങോട്ട് നീങ്ങിക്കാമെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് കാണുകയും കൂടെ ചെയ്യാം. ഏതായാലും അതിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചാൽ കുറച്ചും കൂടി ഇതായിരിക്കും. ടിൻഡു ഏത് കാലം മുതലാണ് സത്യത്തിൽ ഈ പറയുന്ന കായിക മേഖലയിലേക്ക്? ഞാൻ എന്റെ 5ാം ക്ലാസ് മുതലാണ് ഞാൻ കായിക രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നെ കല്യാണം വരെ, അതായത് 2006 വരെ ഞാൻ മത്സര രംഗത്ത് അമച്ചറായിട്ടുള്ള മത്സരങ്ങളിലുണ്ടായിരുന്നു. അതോടുകൂടെ ബ്രേക്കപ്പ് ആയി. പിന്നെ 2020 ആണ് ഞാൻ വീണ്ടും എന്റെ ഈ ഒരു പാഷൻ തിരിച്ചു ഞാൻ പിടിക്കുന്നത്. 14 വർഷത്തെ ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ടിൻഡു ഒരുപക്ഷെ സ്കൂളിലൊക്കെ കായിക താരമായിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് അറിയില്ല. ടിൻഡു എടത്തുവയില് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ദിലീപിന്റെ ഭാര്യയായിട്ട് വന്നതിന് ശേഷമാണ് ടിൻഡുവിനെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ കേൾക്കുന്ന ടിൻഡു എന്ന് പറയുന്നത് മുതിർന്ന ഒരു ടിൻഡു മുതിർന്നവരുടെ മത്സരങ്ങളിൽ പങ്കെടുക്കുക. ആ കാര്യത്തെ കുറിച്ചൊന്ന് പറയാം. അങ്ങനത്തെ മത്സരത്തെ കുറിച്ച് എന്ത് മത്സരമാണത്? അതായത് 35 വയസ്സിന് ഇപ്പൊ 30 മുതൽ തുടങ്ങിയിട്ടുണ്ട്. വെറ്ററൻസ് മീറ്റ് ആണ്. 30 വയസ്സ് വരെ 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മത്സരിക്കാനുള്ള ചാൻസുകളൊക്കെ പലർക്കും നഷ്ടമാവുന്നു. ചിലർ അവരുടെ പാഷനൊക്കെ ഉള്ളിൽ ഒതുക്കി, വനിതകളായാലും പുരുഷന്മാർക്ക് ഇറങ്ങിത്തിരിക്കാം, ഞങ്ങൾക്ക് വനിതകൾക്ക് ഇറങ്ങിത്തിരിക്കാം, അവരുടെ കുടുംബം മറ്റു ചുമതലകളെല്ലാം ആവുമ്പോഴേക്കും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയെല്ലാം മറികടന്നുകൊണ്ട് സ്വന്തം പാഷൻ തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ഓരോ മാസ്റ്റേഴ്സ് കായിക താരം. 2020 ഞാൻ എന്റെ കായിക രംഗത്തേക്ക് തിരിച്ചിറങ്ങിയത്. നാഷണലിൽ വെങ്കല മെഡൽ നേടിയാണ് ഞാൻ തിരിച്ചുവരവ് നടത്തിയത്. അത് കഴിഞ്ഞ് 2 വർഷം കോവിഡ് ആയിട്ട് നിന്നു. പിന്നെ 23 വീണ്ടും അടുത്ത ജില്ലാ, സ്റ്റേറ്റ്, നാഷണൽ മത്സരങ്ങൾ നടന്നു. അതിന് വീണ്ടും വെള്ളിത്തിളക്കത്തോടെ വീണ്ടും തിരിച്ചു വന്നു. ഇപ്പം വെള്ളിയിൽ നിന്ന് മാറി അത് ഗോൾഡിലേക്ക് കയറി പിടിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഈ ഏപ്രിലില് അടുത്ത നാഷണലിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ. ചുരുക്കം പറഞ്ഞാൽ ഒരു വർഷത്തിന് പല മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ആയിട്ടും നാഷണൽ ആയിട്ടും മത്സരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നു അല്ലെ? അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നു. അങ്ങനെ വ്യത്യസ്തമാണ്. എന്റെ ഒരു കൗതുകത്തിന് ഞാൻ ചോദിക്കുകയാണ്, നമ്മളെ സ്കൂൾ കാലം മുതൽ ഈ കാലം വരെ ഒക്കെ ഒത്തിരി മെഡലുകൾ നേടിയിട്ടുണ്ട്. എന്നാലും വെറുതെ നമ്മൾ കൃത്യമായ എണ്ണം ഓർക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഏകദേശം എത്ര മെഡലൊക്കെ നേടിയിട്ടുണ്ടാവാം? 100-നടുത്ത് മെഡലുകൾ നേടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് സത്യത്തിൽ തലകറങ്ങുകയാണ്. 100-നടുത്ത് മെഡലുകൾ. ജീവിതത്തിൽ ഇതുവരെ ഒരു മെഡലും നേടാത്ത ഒരാൾ കൂടിയാണ് ഞാൻ. ഒരുപക്ഷെ ജീവിക്കുന്ന മനുഷ്യരിലെ ഒരു 90% അവരുടെ സ്കൂൾ കാലത്തോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലുമോ ഒരു മെഡലും നേടാത്തവരാ. എന്നാൽ വളരെ വളരെ അപൂർവങ്ങളായിട്ടുള്ള പ്രതിഭകൾ മാത്രമേ ഇത്തരത്തില് ഈ പറയുന്ന ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഏകദേശം 100-നടുത്ത് മെഡലുകൾ സ്കൂൾ കാലം മുതൽ ഈ കാലം വരെ നേടിയെന്ന് പറയുന്നു.
ഏതാണെങ്കിലും ഇത് നിസ്സാരപ്പെട്ട ഒരു കാര്യമേ അല്ല. ഇതിന്റെ പിന്നിൽ വലിയ കഠിനാധ്വാനമുണ്ട്. നിങ്ങൾ ഈ മത്സരത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടിയാണോ പോകുന്നത്? അല്ല, നമ്മുടെ സ്വന്തം റിസ്കിലാണ്. നമ്മൾ തന്നെയാണ് പേയ്മെന്റ് എല്ലാം ചെയ്യുന്നത്. എൻട്രി ഫീസ് ആയാലും ടിക്കറ്റ് ആയാലും എല്ലാം അക്കോമഡേഷൻ എല്ലാം നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. ഗവൺമെന്റിന്റെ യാതൊരു സഹായവും നമുക്ക് ലഭ്യമല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ മത്സരത്തിന് പോയി സംസ്ഥാനത്തിനും ഇന്ത്യക്കും മെഡൽ നേടുന്നത് നമ്മുടെ പോക്കറ്റിലെ പൈസ കൊണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇതൊരു വല്ലാത്ത ഒരു ദയനീയ അവസ്ഥയാണ്. കാരണം ഒരു ദിവസത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടുമുട്ടിക്കാനായിട്ട് സ്വന്തമായിട്ടുള്ള തൊഴിൽ ചെയ്ത് കഷ്ടപ്പെടുന്ന ഇത്തരത്തിലെ ആവേശമുള്ള കായിക താരങ്ങള് സംസ്ഥാനത്തിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും മെഡൽ നേടാനായിട്ട് അവർ പോകുന്നത് അവര് തന്നെ പണം കണ്ടെത്തിയാണെന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഒരു വേദനയുള്ള ഒരു സത്യം തന്നെയാണ്. ഏതാണെങ്കിലും ടിന്റുവിന്റെ ഭർത്താവ് ദിലീപ് ഇലക്ട്രീഷ്യൻ ആണ്, നാട്ടിലുണ്ട്. 2 മക്കള്, മൂത്തയാള് +2 ജെനിഫർ, രണ്ടാമത്തെ ആൾ 6ലാണ് നയോമി. രണ്ടുപേരും കായിക രംഗത്തുണ്ട്. അവരും കായിക രംഗത്തുണ്ട്. ഏതാണെങ്കിലും എടത്തുവ കേന്ദ്രീകരിച്ച്, എടത്തുവയിലുള്ള ഞങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ള വളരെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട കായിക താരം കൂടിയായിട്ടുള്ള ടിന്റു ദിലീപ് അടുത്ത നാഷണൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എവിടെയാണെന്ന് പറഞ്ഞത്, മൈസൂറിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കിയിരിക്കുകയാണ്. ഏതാണെങ്കിലും ഒരു കാര്യം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് വനിതാ ദിനമാണ്. ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ഞങ്ങളുടെ മനസ്സിലുള്ള വലിയ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമമാണ് നടത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് മറ്റുമൊക്കെ സൗകര്യങ്ങൾ എവിടെയാണ്? നമുക്ക് സൗകര്യങ്ങൾ കുറവാണ്. ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് തിരുവല്ല സ്റ്റേഡിയത്തിലായിരുന്നു. ഇപ്പൊ അവിടുന്ന് മാറിയിട്ട് നമ്മുടെ ITI ഗ്രൗണ്ട്, അടുത്ത 5 സ്റ്റാൻഡ് ITIയുടെ ഗ്രൗണ്ടിലാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീണ്ടും അടുത്ത് തുടങ്ങുകയാണ് അവിടെ തന്നെ. അവിടെയായിരുന്നു ഞാൻ ലാസ്റ്റ് ചെയ്തിരുന്നല്ല, അവിടെ തന്നെയായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവര് ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുന്നോ അല്ലെങ്കിൽ അവർക്ക് കഷ്ടപ്പാട് കൂടുതലുണ്ടെന്നോ എന്നും ചിന്തിക്കാതെ അവരുടെ ഉള്ളിലുള്ള കായിക താരം എപ്പോഴും ശക്തയായിട്ട് മത്സരത്തിൽ പോരാടി മെഡൽ നേടുന്നതിനുള്ള മനസ്സോടുകൂടിയാണ് നിൽക്കുന്നത്. പക്ഷെ അധികാരികള് വളരെ ഗൗരവതരമായിട്ട് ഈ വനിതാ ദിനത്തിൽ ഇതുപോലെയുള്ള കായിക താരങ്ങൾക്ക് സംസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും മെഡൽ നേടാൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഈ കായിക താരങ്ങളെ അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുക്കണം. കാരണം അവർക്ക് വേറൊന്നുമല്ല അവർ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവരൊരു ഇതിനു വേണ്ടിയുള്ള യാത്രകളും ഇതിനു വേണ്ടിയുള്ള പരിശീലനത്തിനും ഒക്കെ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അവർക്ക് കൊടുക്കണമെന്നുള്ളത് വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഏതാണെങ്കിലും ഈ വനിതാ ദിനത്തില് പ്രിയപ്പെട്ട ടിന്റു ദിലീപിനെ കാണുന്നതിനും ഈ കാര്യങ്ങൾ കേൾക്കുന്നതിനും ഈ വ്യക്തിത്വത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി വനിതാ ദിനത്തിന്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഇനി നടക്കുന്ന മത്സരങ്ങളില് വലിയ തോതില് സ്വർണ്ണ കൊയ്ത്തോടുകൂടി തന്നെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് നാടിന്റെ നന്മയുള്ള മറ്റൊരു വ്യക്തിത്വത്തെ അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുത്താം. നന്ദി, നമസ്കാരം.